ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? ബട്ട് ഷീ ക്യാൻ. അതെ, സംസാരിക്കാൻ പോകുന്നത് മേഘ നായറിനെ കുറിച്ചിട്ടാണ്. ഒരു ബ്ലോഗറുടെ ഭാര്യയായിരിക്കെ മറ്റൊരു ബസ്സുകാരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇതിനേക്കാൾ മികച്ച ഒരു ജീവിതം കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇറങ്ങിപ്പോയ മേഘ ചേച്ചി ഇപ്പോൾ വളരെ മനോഹരമായ ഒരു മെഴുകൽ പോസ്റ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് അച്ഛന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്, പോസ്റ്റാണ്. എന്തുകൊണ്ട് പോയി, എന്തിനാണ് പോയത്, ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെയാണ്. എന്തായാലും ഒരു വളരെ സീരിയസ് ആയിട്ട് ഒരാളുടെ ജീവിതത്തിൽ നടന്ന ട്രാജഡി ആണെങ്കിലും മേഘ തന്നെ വന്ന് സത്യാവസ്ഥ തുറന്നു പറയുമ്പോൾ ഇതൊരു കോമഡിയായി മാറിയിരിക്കുകയാണ്. ഓ ചേച്ചി പറയുന്ന നന്മകളൊക്കെ കേട്ടാലുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ഭർത്താവ് വളരെ ഒരു മോശപ്പെട്ട പുരുഷനും ഈ പറയുന്ന മേഘ എന്ന് പറയുന്ന രണ്ടാമത് ഒരാളുടെ താലി കഴുത്തേ കിടക്കുമ്പോൾ മറ്റൊരു പുരുഷനെ തേടിപ്പോയ വ്യക്തി എന്ന് പറയുന്ന മേഘ വളരെ വാഴ്ത്തപ്പെട്ടവളും. എന്തായാലും പീടിയിലേക്ക് കിടക്കാം. പോസ്റ്റ് ഇതാണ് കേട്ടോ. ചിരിക്കരുത്, ചിരിക്കാതെ എല്ലാവരും കണ്ടോണം, കേട്ടോണം. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോൾ എടുത്ത ഫോട്ടോ ആണ് പോസ്റ്റ് ചെയ്തത്. അല്ല മേഘമോളെ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കണം. മേഘനേക്കാളും 10-15 വയസ്സ് മൂപ്പുള്ള ഒരാളാണ് ഈ അനൂപ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ 40-41 വയസ്സൊക്കെയുള്ള അമ്മാവനെ, അനൂപേട്ടനെ എന്താണ് അനൂപ് എന്ന് വിളിക്കുന്നത്? ഏട്ടായി എന്നൊക്കെ വിളിക്കുക. കാരണം സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കെയർ ഒക്കെ പോരായിട്ടായിരിക്കുമല്ലോ ഈ കെയർ ഏട്ടായിനെ കണ്ടപ്പോൾ ബസ്സിൽ കയറി അങ്ങ് പോയത്. ഇന്നോവ ടാക്സിയിൽ കയറി അങ്ങ് പോയത്. അതുകൊണ്ട് അനൂപ് എന്നൊന്നും പേര് വിളിക്കരുത്, കുറച്ചൊക്കെ ബഹുമാനം കൊടുക്കാം കേട്ടോ. എന്തായാലും അച്ഛന്റെ വീട്ടിൽ പോയപ്പോഴാണ് ഫോട്ടോ എടുത്തത്. ശരി, ബാക്കി വായിക്കാം. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. സ്വാഭാവികം, കാരണം അച്ഛന്റെ വീട്ടിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കാനൊന്നും ചിലപ്പോൾ ഏട്ടായി സമ്മതിച്ച് കാണത്തില്ല. കാരണം പൊസസീവ്നെസ്, സെൽഫിഷ്നെസ് ഇതൊക്കെ വരുന്നങ്ങ് പീക്കിൽ നിൽക്കുന്ന സമയമാണല്ലോ. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മോളെ, വാവേ, ചക്കരെ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലടി, നീ ചോറുണ്ടോ, നീ ഭക്ഷണം കഴിച്ചോ, ഏട്ടായിക്ക് മോളെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കാണും. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ തന്നെ അച്ഛന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അനൂപേട്ടയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കഥ ഇപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹീറോ ഇപ്പോൾ തോറ്റു എന്നാണോ? അല്ല, ഹീറോ ബാക്കിയും കൂടി എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അവിടെ തന്നെയുണ്ട്. എവിടെ? അനൂപിന്റെ വീട്ടിൽ ഇപ്പോഴും മേഘ സ്ഥിരതാമസമാണ്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാനല്ല. പ്ലീസ് ജഡ്ജസ്, പ്ലീസ് നോട്ട്. 2024 എപ്പിക് മാസ് ഡയലോഗ് ഓൺ സ്റ്റേജ്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് ഉപേക്ഷിച്ച് പോകാനല്ല പോലും. ദൈവമേ, ഇത് ആരോടെ ഒന്ന് പറഞ്ഞ് ചിരിക്കുക. അപ്പോൾ താങ്കൾ ഈ ഫേമസ് യൂട്യൂബറുടെ കൂടെ, വ്ളോഗറുടെ കൂടെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വന്നത് ഉപേക്ഷിച്ച് പോകാനായിരുന്നു. ആ യൂട്യൂബറെ, ആ വ്ളോഗറെ ഉപേക്ഷിച്ച് പോകാൻ, സ്വന്തം കഴുത്തിൽ താലി കെട്ടിയ, മാരേജ് സർട്ടിഫിക്കറ്റ് ലീഗലി സൈൻ ചെയ്ത ആളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ യാതൊരു മടിയില്ലാത്ത മേഘ ഇപ്പോൾ വന്ന് പറയുകയാണ് 10 ദിവസം മാത്രം പരിചയമുള്ള ബസ് ചേട്ടനെ, അനൂപേട്ടായനെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല വന്നതെന്ന്. ആ നിഷ്കളങ്കത, ആ ഒരു ചാരുദാർഥ്യം, ആ ഒരു ആത്മധൈര്യം, ഇതൊന്നും നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. ആ വാക്കുകളിൽ നിറഞ്ഞു തുളുമ്പുന്ന സത്യസന്ധത കണ്ടിട്ട് എണീറ്റ് നിന്ന് ഒരു സല്യൂട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് എൻ്റെതായ കാരണങ്ങളുണ്ട്. അതെനിക്ക് പബ്ലിക്കിന്റെ മുമ്പിൽ പറയാൻ യാതൊരു താല്പര്യമില്ല. അയ്യോ പറയല്ലേ, പറയാതെ തന്നെ കുറെ ബാഗും എടുത്ത് ആ പിങ്ക് കളർ നൈറ്റി ഇട്ട് ഇറങ്ങി ഓടിയത് CCTV കാണുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കൊരു മരവിപ്പാണ്. കാരണം ഏത് CCTV ഫുട്ടേജ് കണ്ടാലും ഇപ്പോൾ ഇവരെ ഓർമ്മ വരിക, ഏത് പിങ്ക് കളർ നൈറ്റ് കണ്ടാലും ഇപ്പോൾ മേഘേനെ ഓർമ്മ വരിക. 2-3 ബാഗ് പിടിച്ചുകൊണ്ട് ഒരു ലേഡി നടന്നു പോകുന്ന കണ്ടാൽ പോലും നമുക്കിപ്പോൾ മേഘേനെ ഓർമ്മ വരിക. കാരണം കേരളത്തിലെ ആൾക്കാർക്കൊക്കെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിപ്പോയി. നൈറ്റി ഇട്ടുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒളിച്ചോടുന്നു, ഒരു ഇന്നോവ കാറിൽ കയറി പോകുന്നു, പിന്നെ നടന്നത് ചരിത്രം. എന്തായാലും പബ്ലിക്കിൽ വന്ന് എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോവാൻ കാണിച്ചതെന്നുള്ള, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളൊക്കെ പറയാതിരിക്കുക തന്നെയാണ് മേഘ നല്ലത്. എത്രയൊക്കെ കാരണങ്ങൾ വിവരിച്ചാലും ആദ്യ ഭർത്താവിന്റെ തട്ട് താട് തന്നെ ഇരിക്കും. അയാളുടെ കയ്യിൽ എന്തൊക്കെ തെറ്റുകളുണ്ട്, ഒരു ഭയങ്കര എഗ്രിമെന്റ് ആയിപ്പോയി. ഇതേ നിങ്ങൾ തമ്മിലല്ലേ ഒരു മാരേജ് സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുക കാണിക്കുന്ന ശുഷ്കാന്തിയുടെ 4-1 ശുഷ്കാന്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്തിട്ട് ഇറങ്ങി പോകാമായിരുന്നു. അല്ലെങ്കിൽ ആ മാരേജ് സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്തതിന് എന്തെങ്കിലും ഒരു മാന്യതയോ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച്, അല്ലെങ്കിൽ പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പാക്കി രണ്ടും 2 വഴിക്ക് പോകാനെങ്കിലും ശ്രമിക്കായിരുന്നു. എഗ്രിമെന്റിൽ സൈൻ ചെയ്തുകൊണ്ട് കുറ്റങ്ങൾ പറയില്ല പോലും. എന്താ കഥ, എന്താ ഒരു സത്യസന്ധത. എവിടെ കിട്ടുമ്പോളെ ഇജാതി ഒരു പെങ്കൊച്ചിനെ. അനൂപേട്ടയുടെ ഭാഗ്യം.
ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും, അതാരും വിശ്വസിക്കേണ്ട. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും സുഹൃത്ത് എന്ന് പറഞ്ഞും പറയാതെയും പല ആൾക്കാരും ഇവരുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ റിയാക്ട് ചെയ്യാത്തത് ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ വരാത്തതുകൊണ്ടാണ്. ഇപ്പോൾ മേഘയുടെ അക്കൗണ്ടിൽ വന്ന് അനൂപേട്ടൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്, അനൂപേട്ടയുടെ കൂടെ 10 ദിവസം താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കതിനെ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യാമല്ലോ. കാരണം നിങ്ങൾ തന്നെ അത് കൺഫേം ചെയ്യുകയാണല്ലോ ഈ ന്യൂസ് സത്യമാണെന്ന്. പിന്നെ ദയവ് ചെയ്ത് മേഘ ഇനി എന്നും ബസ്സിൽ തന്നെ പോവുക, അല്ലെങ്കിൽ ഒരു ടാക്സി കാറിലോ ഒരു ഓട്ടോയിലോ ഒക്കെ പോവുകയാണെങ്കിൽ പിന്നെയും ഇതുപോലുള്ള എഗ്രിമെന്റുകൾ എഴുതാനായിട്ടുള്ളൊരു ടെൻഡൻസി വരും. പിന്നെ തേപ്പുകാരി എന്നൊക്കെയുള്ള പല പേരുകളും മേഘനെ വിളിക്കും, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, കാരണം മേഘ അത് തന്നെയാണ് ചെയ്തത്. ഒരാൾക്ക് എന്തൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിലും അയാളെ ലീഗലി ഡിവോഴ്സ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകാതെ മറ്റൊരു പുരുഷന്റെ കൂടെ പോയെങ്കിൽ ഇമാതിരി പല പേരുകളും കേൾക്കും. അതിന് എത്ര വെച്ച് ന്യായീകരിച്ചാലും മലയാളികൾ അതിനെയൊന്നും മറക്കാനും പൊറുക്കാനും പോകുന്നില്ല എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം. ഈ പോസ്റ്റ് ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള അനൂപ് എഴുതിയ കവിതയാണെന്നാണ്. കാരണം നമ്മൾ സാധാരണ കവിതയൊക്കെയാണ് ഇതുപോലെ എഴുതി വെക്കാറ്. ഇത്രയും വലിയൊരു എന്താ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് മര്യാദയ്ക്ക് ഒരു പോസ്റ്റ് എഴുതി ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, LLB ഒക്കെ പഠിച്ചു എന്ന് പറയുന്നു, ഇനിയും അനൂപേട്ടായി പഠിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു പോസ്റ്റ് എഴുതിയിടാൻ ആദ്യം പഠിക്കുക. പിന്നെ ഈ പോസ്റ്റ് മലയാളത്തിൽ മാത്രമാണ് മേഘ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദയവ് ചെയ്തത് എല്ലാ ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിടുക. കാരണം നിങ്ങളൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി കഴിഞ്ഞു, ഒളിച്ചോട്ടം പാൻ ഇന്ത്യൻ സ്റ്റാർ. നിങ്ങളുടെ പിങ്ക് നൈറ്റിയും കുറേ ബാഗുകളുമായിട്ട് ഒളിച്ചോടുന്ന വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാത്ത, പബ്ലിക്കിലേക്ക് പങ്കുവയ്ക്കാത്ത ഒരു ലാംഗ്വേജ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴിലായാലും മലയാളത്തിലായാലും ഉറുദു, കന്നഡ എല്ലായിടത്തും ആയിട്ടുണ്ട്. അതുകൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് മാത്രമല്ലല്ലോ, അവർക്കും നിങ്ങളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളെ അത്രയും പാൻ ഇന്ത്യ സ്റ്റാർ ആക്കിയ അന്യഭാഷാ പ്രേക്ഷകർക്കും കൂടെ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിടണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് ഉപേക്ഷിക്കാനല്ല എന്നുള്ള എപ്പിക് ഡയലോഗ് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും മേഘ. കാരണം മേഘ അത്രയും വലിയൊരു ക്ലാസിക് ഡയലോഗാണ് അടിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്തോ ഒരു തൊലിക്കെട്ടിയാണെന്നുള്ളത്. കാണാമൃഗത്തിന് പോലും ഇതുപോലെ ഒരു തൊലിക്കെട്ടി കാണില്ല. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ നുണക്കഥകളായാലും, എന്തൊക്കെ കുറവുകളും കുറ്റങ്ങളാണെങ്കിലും നിങ്ങളുടെ ആദ്യ ഭർത്താവിനെതിരെ നിങ്ങൾ ഇനി പറഞ്ഞുണ്ടാക്കിയാലും ഒരു മലയാളി പോലും അത് വിശ്വസിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ശാരീരിക ഉപദ്രവങ്ങളോ, നിങ്ങൾക്ക് ഫിസിക്കൽ അബ്യൂസുകളോ, നിങ്ങളെ സ്ത്രീധനത്തിൻ്റെ പേരിലോ, ജാതിയുടെ പേരിലോ, മതത്തിൻ്റെ പേരിലോ ഒക്കെ പീഡിപ്പിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ടേ ഇതൊക്കെ പൊലിച്ചു പറഞ്ഞേനെ. കാരണം ഇത്രയധികം സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കെതിരെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായം ഉറപ്പായിട്ടും തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും ഇതുവരെ ചെയ്യാതിരിക്കുകയും അയാളും ഞാനും തമ്മിൽ എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് മാത്രം ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയും ചെയ്യുന്ന മേഘ ഉറപ്പായിട്ടും അയാളുടെ കയ്യിൽ, നിങ്ങളുടെ ആദ്യ ഭർത്താവിൻ്റെ കയ്യിൽ യാതൊരു തെറ്റും ഉണ്ടാവില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു തീരുമാനമാണെന്നും നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തിയാൽ ഒരു കുഴിയാണ് ഇപ്പോഴത്തെ വിവാഹ ജീവിതം എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മേഘയുടെ അക്കൗണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അനൂപേട്ടയുമായിട്ട് 10 ദിവസം താമസിച്ച സ്ഥിതിക്ക് എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ന്യൂലി മാരീഡ് കപ്പിൾസിൻ്റെ ഫോട്ടോസും ഫോട്ടോഷൂട്ടുകളും റീലുകളും ഒക്കെ കാണാനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ആ ക്യൂട്ട് കപ്പിൾ ഫോട്ടോസ് ഒന്ന് പങ്കുവയ്ക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനും കൂടെ കയറി ഇരുന്ന് നോക്കി നമുക്കങ്ങ് ചിരിക്കാമായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ മേഘ പങ്കുവയ്ക്കുന്ന ആ ഈ 2 വരി കവിത